എൻ്റെ കല്യാണം ഇപ്പം നടക്കാൻ കാരണക്കാരൻ എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രാജപ്പൻ എന്നാണെങ്കിലും നാട്ടുകാർ വിളിക്കുന്നത് പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് ഒരു കാര്യവും അച്ഛൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും അച്ഛൻ അറിയും. എന്താ അമ്മ ചോദിച്ചോ? എടി എനിക്ക് പേടിയാ, നീ തന്നെ പോയി ചോദിക്ക്. അമ്മ 1000 രൂപയെങ്കിലും മേടിച്ചാ അമ്മ. നീ ഡിഗ്രി പാസ്സായതിന്റെ ചെലവ് ചെയ്യാനാന്ന് പറഞ്ഞ അങ്ങനെ 10 പൈസ തരത്തില്ല. എന്നാ അങ്ങനെ പറയണ്ട, വീട്ടിലെന്തെങ്കിലും സാധനം മേടിക്കാനെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തോ കള്ളത്തരം പറഞ്ഞാലും നിന്റെ അച്ഛൻ അത് കണ്ടുപിടിക്കും. അമ്മ പ്ലീസ്, അമ്മ പ്ലീസ്. ആ ഞാൻ നോക്കട്ടെ. അതെ, അത് പിന്നെ അടുക്കളയിൽ അരി തീർന്ന് വാങ്ങിക്കാൻ പൈസ കാണുമായിരുന്നു. ഷർട്ടിൻ്റെ പോക്കറ്റ് ഇരിപ്പുണ്ട്, എത്രയാന്ന് വെച്ചാൽ എടുത്തോ. പൈസ അവക്കാ അല്ലയോടി? ചേട്ടാ അത് പിന്നെ കഴിഞ്ഞ ആഴ്ചയാണ് ഈ വീട്ടിൽ അരി മേടിച്ചത്, അതും 12 കിലോ. നമ്മൾ 3 പേര് ഒരു ദിവസം ഒരാൾ 200 ഗ്രാം അരി വെച്ച് കഴിക്കും. അങ്ങനെ നോക്കുമ്പോൾ ആകെ 600 ഗ്രാം അരി. അങ്ങനെ നോക്കുമ്പോൾ 12 കിലോ അരി തീരാൻ 20 ദിവസമെങ്കിലും എടുക്കും. ഇതിപ്പോൾ 14 ദിവസം പോലും ആയിട്ടില്ല. അരി തീരാൻ ഒരു വഴിയുമില്ല. നീ ആരെയാടി പറ്റിക്കാൻ നോക്കുന്നേ? എന്തേടി നമ്മുടെ മോള്? ആ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നിന്റെ ബുദ്ധിയാ? എന്നാ എൻ്റെ ബുദ്ധിമതിയായ മോള് ഒരു കാര്യവും കൂടെ കേട്ടോ. ഞാൻ നിന്റെ കല്യാണം അങ്ങ് നടത്താൻ പോവാ. അടുത്ത ആഴ്ച നിന്നെ കാണാൻ ഒരു പയ്യൻ വരും. അതെന്താ ഇത്ര പെട്ടെന്ന്? നിന്നെ നേരത്തെ കെട്ടിക്കാൻ നോക്കിയപ്പോ നീ പഠിത്തം കഴിഞ്ഞു മതിയെന്നാ പറഞ്ഞത്. ഇപ്പൊ പഠിത്തം കഴിഞ്ഞില്ലേ, ഇനി കല്യാണം. അച്ഛാ അത് അപ്പൊ അടുത്ത ആഴ്ച റെഡി ആയിട്ടിരുന്നോ. ഇതാണ് വീട്. വീട് മോക്കുള്ളതാ. ആ കേറി വാ. കേറിയിരി കേറിയിരി. ഇതാണ് പയ്യൻ, ആകാശ് സി. ആ പയ്യൻ എന്ത് ചെയ്യുന്നു? പയ്യൻ ഇവിടെ ഇരിക്കുന്നു. തമാശ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓ എനിക്കും. ആ ജോലി പറഞ്ഞില്ല. ഞാൻ സ്വർണ്ണക്കടയിലാ. ഓ കൊള്ളാം കൊള്ളാം. ആ എന്നാ വെച്ച് താമസിപ്പിക്കണ്ട, മോളെ അങ്ങോട്ട് വിളിച്ചോ. ആ എടിയേ. അങ്ങോട്ട് ഓട്. പെണ്ണിനെ ഇഷ്ടമായോ? ഞാൻ ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ആ ബാത്റൂം. ഈ പയ്യൻ എന്ത് ചെയ്യുന്നു? അത് രാവിലെ 10 മണി, ഉച്ചയ്ക്ക് 12 മണി, വൈകിട്ട് 5 മണി. നമ്മുടെ വീട്ടിൽ തന്നെ, വേറെ പേടിയൊന്നുമില്ല. ഞങ്ങൾക്ക് പോകുന്നു. പിന്നെ അച്ഛൻ ജോലിക്ക് വന്നുണ്ട്, അമ്മ തൊഴിൽ പോകുന്നുണ്ട്. അമ്മ വീട്ടിൽ വയ്യായിരിക്കുക, അപ്പം അമ്മ ആയിരിക്കും നോക്കാൻ വേണ്ടേ. അന്ന് ഞാൻ വീട്ടില്ല. പെടുക്കാൻ മുട്ടിയിട്ടേ. അത് പയ്യന് മൂത്രശങ്ക കുറച്ച് കൂടുതലാ. ആ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓ അവക്ക് സംസാരിക്കാനൊന്നുമില്ല. സംസാരിക്കണോടി നിനക്ക്? വേണ്ടച്ചാ. ആ അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. എന്നാ ഓക്കെ ശരി. ആ രണ്ടുപേരും അവിടെ നിന്നേ. അമ്മയും മോളും കൂടെ ആരെയാ പറ്റിക്കാൻ നോക്കുന്നേ? എന്താ ചേട്ടാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ ഒന്നും അറിയത്തില്ലല്ലേ? നീ നിന്റെ കാമുകനെ സെറ്റ് ചെയ്തോണ്ട് വന്നാ ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? അല്ല, ഇത് ചേട്ടൻ എങ്ങനെ മനസ്സിലായി?
അവനിവിടെ വന്നപ്പോൾ തൊട്ടുള്ള അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. എന്നുവെച്ചാ അവൻ വന്നപ്പോൾ തന്നെ ചെരുപ്പൂരി കയ്യിൽ പിടിച്ച് കയറാൻ നോക്കുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി അവൻ ഡോർ അടയ്ക്കാൻ നോക്കുന്നു. നിന്നെ വിളിക്കാൻ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് നിന്റെ റൂമിൽ തന്നെ നോക്കുന്നു. പിന്നെ ബാത്റൂം എവിടെയാന്ന് ചോദിക്കാതെ തന്നെ നേരെ ബാത്റൂമിലേക്ക് പോകുന്നു. നമ്മുടെ ബ്ലാക്കി അവനെ കണ്ട് വാലാട്ടുന്നു. ഇതൊക്കെ എനിക്ക് വെറും സംശയം മാത്രമായിരുന്നു. ഞാനിതെങ്ങനെ ഉറപ്പിച്ചെന്നറിയാമോ? അവൻ്റെ സ്പ്രേയുടെ മണം. ഞാൻ ഇടയ്ക്ക് നിന്റെ റൂമിൽ കയറുമ്പോൾ കിട്ടുന്ന അതേ മണം. നീയൊക്കെ എന്താടി വിചാരിച്ചേ? ഞാൻ വെറും ഉണ്ണാക്കനാണെന്നോ? എൻ്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഈ കല്യാണം നടത്തി തരത്തില്ല. അച്ഛൻ എനിക്ക് അവനെ തന്നെ കെട്ടണം അച്ഛാ. അതിനി ഒരിക്കലും നടക്കത്തില്ല. നീ അവനെ അങ്ങ് മറന്നേര്. അച്ഛാ പ്ലീസ്. മോളെ, നീ ഇനി ഒന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന ആളുമായിട്ട് നിന്റെ കല്യാണം നടത്താൻ പോവാ. ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് എല്ലാരും പറയുന്നതേ ആ പയ്യനെ കൊണ്ടാൻ കെട്ടിക്കാനാ. അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് പറയാ പയ്യന്മാരെ കെട്ടത്തില്ല. അവനെ കൊണ്ട് ഞാൻ എൻ്റെ മോളെ കെട്ടിക്കത്തില്ല. താൻ വേറെ ആരെങ്കിലും നോക്ക്. എന്നാ പിന്നെ എനിക്കറിയാവുന്നൊരു പയ്യനുണ്ട്. എന്താ പയ്യന് പണി? പയ്യനെ ഗ്യാസ് ഏജൻസിയിലെ വലിയ ഓഫീസറാ. ഗ്യാസ് ഏജൻസിയിലെ വലിയ ഓഫീസറോ? നമുക്കിതങ്ങ് നടത്താം. ഫിക്സ്. നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഡിഗ്രി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അച്ഛൻ ഈ കല്യാണാലോചനകളൊക്കെ കൊണ്ടുവരും. ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്നെ കൊന്നുകളയും. അനന്തു, എൻ്റെ അച്ഛൻ സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നിപ്പോ എന്ത് ചെയ്യാനാ? എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്തുവാ? അച്ഛൻ എന്തായാലും ഡിറ്റക്റ്റീവ് വിളിച്ച് നമ്മുടെ ബന്ധം കണ്ടുപിടിക്കും. അതുകൊണ്ട് അങ്ങനെ അച്ഛൻ കണ്ടുപിടിച്ചാ നിനക്ക് വരെ വേറൊരാളെൻ്റെ കാമുകനെങ്കിലോ? എൻ്റെ പൊന്നു ശാലു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. ഇന്ന് നീ രാത്രി വീട്ടിൽ വരുമ്പോൾ നിന്റെ കൂട്ടുകാരനെ കൂടെ കൊണ്ടുവരണം. അതെന്തിനാ? നീ പറയുന്നേ അങ്ങോട്ട് കേക്ക്. പറ. രാത്രി വീട്ടിൽ വരുന്ന നിങ്ങൾ എൻ്റെ വീട്ടിലെ പട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിക്കണം. ഇത് എൻ്റെ റൂം, ഇത് ബാത്റൂം. മനസ്സിലായോ? മനസ്സിലായി. മറക്കരുത്. ഇല്ല, മറക്കത്തില്ല. ഇനി ഒരു പണി കൂടെ ഉണ്ട്. അതെന്തുവാ? ചേട്ടാ, ജീവിത പ്രശ്നമാണ്. ചേട്ടൻ ഒന്ന് സമ്മതിക്കണം. എന്റെ സുഹൃത്തിനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. ചേട്ടൻ അങ്ങനെ പറയരുത്. ഈ പെട്ടിയിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം? ഇത് നേരത്തെ പറയണ്ടടാ മന്നെ. അപ്പൊ സുഹൃത്തോ? സുഹൃത്ത് ബന്ധം 5 ലക്ഷം കളഞ്ഞിട്ടുള്ള സുഹൃത്ത് ബന്ധം ഒന്നും വേണ്ട. നാളെ നീ വരുമ്പോൾ സ്പ്രേ അടിച്ചോണ്ട് വരണം. എന്തിനാ? എടാ, ഇത് ഞാൻ ഇടയ്ക്ക് എൻ്റെ റൂമിൽ അടിക്കുന്നതാ. ഇതിന്റെ മണം അച്ഛനറിയാം. നാളെ നീ ഇത് അടിച്ചോണ്ട് വരുമ്പോൾ അച്ഛൻ്റെ ഡൗട്ട് അടിക്കും. അപ്പോൾ എല്ലാം സെറ്റല്ലേ? എനിക്കിപ്പോഴും ഈ പ്ലാൻ അങ്ങോട്ട് മനസ്സിലായില്ല. എടാ പൊട്ട, ഞാൻ ഒന്നുകൂടെ മൊത്തത്തിലൊന്ന് പറയാം. ഞാൻ നീയെ എൻ്റെ കാമുകനെന്ന് അച്ഛനെ വിശ്വസിപ്പിക്കുന്നു. ഇതറിഞ്ഞ് എൻ്റെ അച്ഛൻ സ്വാഭാവികമായിട്ടും എതിർക്കുന്നു. എനിക്ക് പ്രേമമുണ്ടെന്ന് മനസ്സിലാക്കിയ എൻ്റെ അച്ഛൻ എന്നെ വേറൊരു കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. ആ സമയത്ത് നമ്മൾ സെറ്റാക്കിയ ബ്രോക്കർ ഇവനെയും കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുന്നു. അച്ഛൻ്റെ മാനം രക്ഷിക്കാനായിട്ട് ഇവനെയും കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുന്നു. എന്നാലും നിനക്ക് ഇത്രയും ബുദ്ധി എവിടെ നിന്ന് കിട്ടി? ഞാനേ രായപ്പന്റെ മോളാ, ഡിറ്റക്റ്റീവ് രായപ്പന്റെ മോള്.